കപ്പയും എല്ലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പാണത്തൂർക്ക് വന്നതാണ് കേട്ടോ. കപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ല് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ കോളിച്ചാൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുമ്പോൾ ഇതാ വരുന്നു നമ്മുടെ അക്സം ബസ്. തന്നെ കണിക്കൊന്ന എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. കോളിച്ചാൽ പോയിട്ട് എല്ല് വാങ്ങിച്ചോട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയേ. ഉമ്മച്ചി ഇക്കായും കൂടിയിട്ട് കപ്പയുടെ പരിപാടി നോക്കുന്നുണ്ട്. ഉമ്മയാണെങ്കിൽ എല്ല് കഴുകി വാരി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. സീരിയസ് ആയിട്ട് എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് ഇങ്ങനത്തെ കുരുത്തക്കേട് കാണിക്കാനൊക്കെ ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അടുക്കളയിൽ കാണും കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ എല്ല് വേവിച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കപ്പ വേവിച്ച് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒന്ന് താളിച്ചൊഴിച്ചു. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുവാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും അടുക്കളയിൽ ഉണ്ടാവും എന്നുള്ളത്. ആ സമയത്ത് ഉപ്പ പോയിട്ട് വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. പിന്നെ ഞങ്ങളുടെ വികാരമായിട്ടുള്ള എല്ലും കപ്പയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു.